हलाल संस्कारम इकोनॉमिक जैद होता है. ഉണരൂ സംഗി ഉണരൂ. ഉണർന്ന മോനെ, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഒന്നുകൂടി കിടന്നോ. കാരണം എന്താ അറിയോ, ഉണർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ മൊത്തം നാണക്കേടായില്ലേ. മാതാവിനെ ദേശീയ മൃഗമാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ശരിക്കും പറ്റില്ല. അത് ന്യായമായ തീരുമാനമാണ്. എന്നാൽ ദേശീയ അമ്മയാക്കാൻ പറ്റുമോ? അതും പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഈ 14 വയസ്സാവുമ്പോ കശാപ്പിന് കൊടുക്കുന്നൊക്കെ അയ്യോ ശിവ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ശരിയാണോ മനുഷ്യരെ? അയ്യോ പറഞ്ഞു വരുന്നത് പശുവിനെ കുറിച്ച്, ബീഫ് കയറ്റുമതിയെ കുറിച്ചൊക്കെയാണ്. ഹലാൽ സംഖ്യകൾക്ക് ഹറാമാണെങ്കിലും ഡോളർ വരുമ്പോൾ ഹലാലാകുന്നു. ബിസിനസ് താല്പര്യം വരുമ്പോൾ ഹലാൽ ഹറാമാകുന്നു. ഹലാൽ ഹലാലാകുന്നു, അല്ലാത്തപ്പോൾ അത് ഹറാമാകുന്നു. അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. മോദിജി ഒമാനിൽ പോയി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ഷേക്ക് ഹാൻഡ് കൊടുത്തു, കൈ കൊടുത്തു. ഇന്ത്യ ഒമാൻ CEPA കരാർ ഒപ്പിട്ടു. ICAS ഹലാൽ സർട്ടിഫിക്കേഷൻ ഒമാൻ അംഗീകരിച്ചു. 55 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് ബഫല്ലോ മീറ്റ്, അതന്നെ നമ്മൾ ഈ ബീഫ് എന്ന് വിളിക്കുന്ന ഹലാൽ സീൽ വെച്ച മീറ്റില്ലേ, അതന്നെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കയറ്റുമതി ചെയ്യാം. സംഖ്യകൾ ഇതിനു മുമ്പ് എന്താ പറയുക വിളിച്ചിരുന്നത്, പിങ്ക് റവല്യൂഷൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ മോദിജി തിരിച്ചു വന്നപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകി ഡോളർ കൊണ്ടുവരുന്ന പിങ്ക് റവല്യൂഷനെ സംഖ്യകള് ഇപ്പൊ വിളിക്കുന്നത് വികസിത ഭാരതം എന്നാണത്രേ. പക്ഷെ സംഘപരിവാർ ഹലാലിനെ എക്കണോമിക് ജിഹാദ്, ഹലാൽ ജിഹാദ്, പാരലൽ എക്കണോമി, ടെറർ ഫണ്ടിങ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം നടത്തിയത് അവര് മറന്നാലും നമ്മൾ അത്ര എളുപ്പം മറക്കാൻ പറ്റുമോ? ഹലാൽ സമം മുസ്ലിം എന്നാക്കി, ബിസിനസ് സമം ജിഹാദ് എന്നാക്കി, അത്തരം നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ജഡ്ക മാത്രം വാങ്ങുക, ഹലാൽ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന ക്യാമ്പയിനുകൾ നടത്തി ഭക്ഷണത്തിലൂടെ സാമുദായിക ശത്രുത വളർത്താൻ ശ്രമിച്ചു. ഹിന്ദുക്കൾക്ക് ഹലാൽ ഹറാമാണെന്ന് പറഞ്ഞുണ്ടാക്കി, മുസ്ലിം ബിസിനസ്സിന് ജിഹാദാണ്. ഇതൊക്കെ കേട്ടാ ഞാൻ ശരിക്കും ചോദിക്കാം, ചിരി വരുന്നില്ലടാ സംഗിമോനെ. ഇപ്പോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ 2012 നരേന്ദ്രമോദി 2012 പറഞ്ഞത് ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ബീഫ് കയറ്റുമതിക്കാരനാണ്. എന്റെ ഹൃദയം വിങ്ങുന്നു, ഞാൻ ഉറക്കെ അലറി കരയുന്നു എന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. पूरे विश्व में बीफ एक्सपोर्ट में हिंदुस्तान नंबर 1 है. किन चीजों के लिए गर्व किया जा रहा है? भाइयों बहनों, आपका कलेजा रो रहा है कि नहीं मुझे मालूम नहीं, मेरा कलेजा चिक चिक करके पुकार रहा है. ഇത്രയും പറഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ മൂപ്പര് ഇന്ത്യയുടെയും ഇവിടുത്തെ കന്നുകാലികളുടെയും അവസ്ഥ ഓർത്ത് പൊട്ടിയാണ് കരഞ്ഞ സംഖ്യകളെ. സത്യത്തിൽ ഞാൻ വരെ അത് കഴിഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ കണ്ട് പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഏപ്രിൽ 4, 2014 അപ്പൊ മൂപ്പര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഓടി നടന്ന് വോട്ട് പിടിക്കുന്ന കാലം. അന്ന് എന്താ നരേന്ദ്രമോദി പറഞ്ഞെന്നറിയാമോ? लेकिन वोट बैंक की राजनीति में डूबी हुई दिल्ली सरकार पिंक रिवॉल्यूशन करना चाहती है. पिंक रिवॉल्यूशन. അന്ന് നരേന്ദ്രമോദി പറഞ്ഞ് ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ എല്ലാം മതിയായിപ്പോ ഇപ്പൊ ഡൽഹിയിലെ സർക്കാർ പിങ്ക് റെവല്യൂഷൻ കൊണ്ടുവരാൻ നോക്കുന്നു. എന്താ ഈ പിങ്ക് റെവല്യൂഷൻ? മൃഗങ്ങളെ അറുത്ത് പിങ്ക് നിറമുള്ള മാംസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്യുക. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടർ ആകണമെന്നാണ് അവരുടെ സ്വപ്നം. और पिंक रिवॉल्यूशन का उनका मतलब है हिंदुस्तान सबसे ज्यादा मटन एक्सपोर्ट करे. അന്ന് മോദിജി പറഞ്ഞു ഉണരൂ സംഗീ ഉണരൂന്ന്. ഇതൊക്കെ പറഞ്ഞ മോദിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്താ അറിയാം? മോദിജിയുടെ മൃഗങ്ങളെ അറുത്ത് പിങ്ക് നിറമുള്ള മാംസം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഹലാൽ സർട്ടിഫിക്കേഷനോട് കൂടി എക്സ്പോർട്ട് ചെയ്യണമെന്ന ആഗ്രഹം. മോദി ഹലാൽ എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നേരിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കരാറുണ്ടാക്കുമ്പോൾ ഇവിടുത്തെ പൊട്ടൻ സംഖ്യകള് ഹലാലിനെതിരെ ജീവൻ മരണ പോരാട്ടം നടത്തി. ഉണരൂ സംഗീ ഉണരൂ, എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം ഒന്നും പറയാനില്ലേ? കേരളത്തിലെ കാര്യങ്ങൾ എടുത്താലോ, എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഫെബ്രുവരി 5, 2021 ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാബു അറസ്റ്റിലായിരുന്നു. നോൺ ബെയിലബിൾ കേസും അറസ്റ്റുമായിരുന്നു. എന്തിനായിരുന്നു ആ കേസും അറസ്റ്റും? ഹലാൽ മുദ്രണം ചെയ്ത ഭക്ഷണം ബഹിഷ്കരിക്കണമെന്ന പ്രചാരണം നടത്തിയ കേസിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാബു അറസ്റ്റിൽ. ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ബേക്കറിയെ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. ഹലാൽ സർട്ടിഫൈഡ് ഫുഡ് വാങ്ങരുത് എന്ന്, ഹലാൽ മാഫിയ ഫുഡ് ബിസിനസ് ഇവിടെ കീഴടക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൻ ക്യാമ്പയിൻ നടന്നു.
എന്നിട്ടിപ്പോ എന്തായി ചെങ്ങായിമാരെ? ഈ സാധനമൊക്കെ ഇവിടെ ഒളിച്ചു കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. 2023 മുതൽ DGFT നോട്ടിഫിക്കേഷൻ വഴി ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ICAS പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒമാൻ കരാർ ഇതിന്റെ ഒരു തുടർച്ചയാണ്. ഇതിന്റെ തുടക്കമൊക്കെ ഡിസംബറിൽ തുടങ്ങിയതാ. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കേഷൻ ഒഴിവാക്കി 55 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഒന്നും മറക്കാറായിട്ടില്ല സംഖ്യ, എല്ലാം നമുക്ക് നോർത്തെടുക്കണം ഈ സന്ദർഭത്തിൽ. അതേ വർഷം 2021 ഒക്ടോബർ നവംബറിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഹലാലിനെതിരെ വൻ ക്യാമ്പയിൻ ഇവിടെ നടത്തി. കാക്കനാട്ട് ഹലാൽ ബോർഡ് ഇല്ലാത്ത ഹോട്ടൽ ഉടമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഹലാൽ ഇൻവേഷൻ എന്നുകൊണ്ട് ഹാഷ്ടാഗ് ഉപയോഗിച്ച് താലിബാൻ വാദം എന്ന് വിളിച്ചു. ഹലാൽ സർട്ടിഫിക്കേഷൻ മുസ്ലിം മത തീവ്രവാദികളുടെ ഭക്ഷണ വിഭജന ശ്രമമാണ് തുടങ്ങിയ വായക്കൊള്ളാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആരും ഒന്നും മറന്നിട്ടില്ല ഉള്ളിജി. അങ്ങനെ അങ്ങ് പെട്ടെന്ന് എല്ലാം മറക്കാൻ പറ്റുമോ? ഹലാൽ സംസ്കാരം ഉണ്ടാക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. 2021 നവംബർ 22 കോഴിക്കോട് ഹലാൽ ഭക്ഷണത്തിലൂടെ ജനങ്ങളെ വിഭജിക്കാനുള്ള മത തീവ്രവാദികളുടെ ശ്രമമാണിത്. കേരളത്തിൽ ഹലാൽ കൾച്ചർ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. BJPയുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി ഇപ്പൊ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് P സുധീർ പറഞ്ഞ കാര്യമാണിത്. ഹലാൽ ഒരു സാമൂഹിക ദുഷ്ട സമ്പ്രദായമാണ്. മുത്തലാഖ് പോലെ സംസ്ഥാന സർക്കാർ ഹലാൽ ഫുഡ്, ഹലാൽ ബോർഡുകൾ നിരോധിക്കണം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞേ. ഹലാൽ ബോർഡുകൾ പെട്ടെന്ന് വർദ്ധിച്ചത് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ കമ്മ്യൂണൽ അജണ്ടയാണെന്ന് പറഞ്ഞത് B ഗോപാലകൃഷ്ണനാണ്. ഹലാൽ മത തീവ്രവാദികളുടെ ഭക്ഷണ വിഭജനം എന്ന ക്യാമ്പയിൻ ഇവിടെ ആരൊക്കെയോ നടത്തിയിരുന്നു. തുപ്പലില്ല ഹോട്ടൽ ലിസ്റ്റുകൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. ഹലാൽ ഭക്ഷണത്തിൽ തുപ്പലുണ്ടെന്ന തെറ്റായ പ്രചാരണം ഇവിടെ നടത്തിയിരുന്നു. മുസ്ലിം ഉടമസ്ഥരായ ഹോട്ടലുകളും സൂപ്പർ മാർക്കറ്റുകളും ടാർഗറ്റ് ചെയ്ത് ഇവർ ലിസ്റ്റ് ഇറക്കിയിരുന്നു. ഹലാൽ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ, കടകളൊക്കെ മുസ്ലിം ബിസിനസ് ഇന്നവർ മുദ്ര കുത്തിയിരുന്നു. നോൺ മുസ്ലിം ഉപഭോക്താക്കളെ ഹലാൽ വാങ്ങിയാൽ നിങ്ങൾ ജിഹാദിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. എക്കണോമിക് കൺട്രോൾ നറേറ്റീവ് വാദം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഹലാൽ സർട്ടിഫിക്കേഷൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എക്കണോമിയെ ക്രമേണ കീഴടക്കുന്നു എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിൻ നടത്തി. ടെറർ ലിങ്ക് ഇവിടെ കൊണ്ടുവന്നു. ഹലാൽ ഫീസ്, അത് സക്കാത്തിന് പോകുന്നു, അത് ഭീകരവാദത്തിന് പോകുന്നു. അപരവൽക്കരണം നടത്തി. ഹലാൽ സമം മുസ്ലിം മത തീവ്രവാദം, ഹിന്ദു ഐഡന്റിറ്റി സമം ജഡ്ക, ഫുഡ് കമ്മ്യൂണലിസം സൃഷ്ടിച്ചു. കർണാടക, UP, മഹാരാഷ്ട്ര, കേരളം തുടങ്ങി BJP ഭരണ സംസ്ഥാനങ്ങൾ, റെയിൽവേ, ഹോട്ടലുകൾ തുടങ്ങിയതിലൊക്കെ ഹലാൽ നിരോധന ആവശ്യങ്ങളുണ്ടായി. എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്ന പുകിലുകൾ? നിങ്ങൾ അതൊക്കെ മറന്നോ? എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ അലയൊലികൾ ഉണ്ടായി. മാർച്ച് 30, 2022 കർണാടക BJP ദേശീയ ജനറൽ സെക്രട്ടറി CT രവി പറഞ്ഞത് എന്താ അറിയോ? ഹലാൽ മീറ്റ് എക്കണോമിക് ജിഹാദിന്റെ ഭാഗമാണെന്ന്. ഏപ്രിൽ 2022 കർണാടകയിൽ ഹിന്ദു ജാഗൃതി സമിതി, ബജ്രംഗ് ദൾ, ശ്രീരാമസേന ഡോർ ടു ഡോർ ക്യാമ്പയിനാണ് നടത്തിയത്. ഉഗാദി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഹലാൽ മീറ്റ് വാങ്ങരുത്, ജഡ്ക മാത്രം എന്ന് പറഞ്ഞ ഇവർ വലിയ ക്യാമ്പയിനും ആഹ്വാനവും നടത്തി. മുസ്ലിം മീറ്റ് ട്രേഡേഴ്സിനെ എതിരാളിയായി ചിത്രീകരിക്കുന്ന പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. 2023 ഹിന്ദുത്വ വാച്ച് റിപ്പോർട്ട് പ്രകാരം 668 ഹേറ്റ് സ്പീച്ച് ഇവന്റുകളിൽ 11% ഹലാൽ ബോയ്ക്കോട്ട് ആഹ്വാനമായിരുന്നു. 36% മുസ്ലിങ്ങൾക്കെതിരെ നേരിട്ട് വയലൻസിനുള്ള ആഹ്വാനം. VHP, ബജ്രംഗ് ദൾ 32% പരിപാടികൾ സംഘടിപ്പിച്ചത്. ഭക്ഷണം വഴി സാമുദായിക ധ്രുവീകരണം നടത്താനുള്ള ശ്രമങ്ങളാണ് അന്ന് ഈ നാട്ടിലുണ്ടായത്. എത്രയോ മുസ്ലിങ്ങൾ ഈ ക്യാമ്പയിന്റെ ഇരകളായി ആക്രമിക്കപ്പെട്ടു. ഏപ്രിൽ 1, 2022 ശിവമോഗ, ഭദ്രാവതി, കർണാടകയിൽ ബജ്രംഗ് ദൾ അംഗങ്ങൾ മുസ്ലിം മീറ്റ് വെണ്ടർ ചിക്കൻ സ്റ്റാൾ ഉടമ തൗസീഫിനെ ആക്രമിച്ചു. ഹലാൽ മീറ്റ് വിൽക്കരുത്, ജഡ്ക മാത്രം വിൽക്കുക എന്ന ക്യാമ്പയിൻ നടത്തി തല്ലി. 6-7 ബജ്രംഗ് ദൾ അംഗങ്ങൾ അതിൽ അറസ്റ്റിലായി. കേരളത്തിൽ മെയ് 8, 2022 പേരാമ്പ്ര, കോഴിക്കോട്, കേരളത്തിൽ ഹൈപ്പർ മാർക്കറ്റിലോ കയറി ഹലാൽ സ്റ്റിക്കർ ഇല്ലാത്ത ബീഫ് ആവശ്യപ്പെട്ടു. ഇവർ സ്റ്റോറ് തകർത്തു. 3 ജീവനക്കാർക്ക് പരിക്കുണ്ടായി. താലൂക്ക് ആശുപത്രിയിൽ അവർ ചികിത്സ തേടി. ഇതൊക്കെ തുപ്പലില്ല ആ ഹോട്ടൽ ക്യാമ്പയിന്റെ തുടർച്ചയായിരുന്നു. 2022 ഏപ്രിലിൽ തന്നെ കർണാടകത്തിൽ മറ്റിടങ്ങളിലൊക്കെ ഹലാൽ ബോയ്ക്കോട്ട് ക്യാമ്പയിനിടെ മുസ്ലിം മീറ്റ് ഷോപ്പുകൾക്ക് ഭീഷണി ഉണ്ടായി. 2023 നവംബറിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഹലാൽ സർട്ടിഫൈഡ് ഫുഡ് നിരോധിച്ചു. മുസ്ലിം ബിസിനസ്സുകാർക്ക് അതിനുശേഷം ഹരാസ്മെന്റ്, റെയ്ഡുകൾ വർദ്ധിച്ചു. ഹലാൽ സമൻ ടെറർ ഫണ്ടിംഗ് എന്ന ആരോപണം വ്യാപകമായത് അതോടുകൂടിയാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇവർക്കെന്ന് നോക്കൂ. ഇപ്പൊ തന്നെ മുസ്ലിം സംഘടനകൾ പശുവിനെ ദേശീയ മൃഗമാക്കി പശുവിന്റെ പേരിലുള്ള ഈ കൊല്ലിനും കൊലയ്ക്കും ഒക്കെ ഒരു അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ അതിനൊന്നും സർക്കാർ തയ്യാറല്ല. എന്താ കാരണം എന്നറിയാമോ? गौ हमारी माता है
യോഗി പറയുന്നു മൗലവിമാർ പശുവിനെ ദേശീയ മൃഗമാക്കണം എന്ന് പറയുന്നു. അങ്ങനൊന്നും പറ്റൂല, പശു ഞങ്ങൾക്ക് വെറും ഒരു മൃഗമല്ല, അമ്മയാണ് എന്ന്. സത്യത്തിലുണ്ടല്ലോ, യോഗി പറയുന്നത് പശു അമ്മയാണ് എന്നാണെങ്കിൽ എന്താണ് ശരിക്കും വാചകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? പശുവിനെ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് അത് ഹിന്ദുക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പശു അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ വെറും ബ്ലാക്ക്മെയിലും ചെയ്യാം. ബജ്രംഗദൾ പോലുള്ള ഗോസംരക്ഷകരൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് പിന്നെ കന്നുകാലിയെ കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളെ തല്ലാനും കൊല്ലാനും ഒക്കെ ഉള്ള ചാൻസും ഇതിനിടയിൽ കൂടി കിട്ടും. അതിനിടയിൽ കൂടി ഞങ്ങൾക്ക് ബീഫ് അങ്ങോട്ട് കയറ്റുമതി നടത്തി കാശുണ്ടാക്കാമടാ എന്നാണ് പറയുമ്പോൾ കേൾക്കുന്നത് എന്നാണ് ട്വിറ്ററിൽ ചിലർ പറയുന്നത്. സത്യത്തിൽ ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങളും അവരെ പ്രതിദാനം ചെയ്യുന്ന ചില സംഘടനകളും എടുത്ത ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ഈ ആവശ്യം. ഇപ്പോ മൂത്ത സംഖ്യ മുതൽ അണ്ടിമുക്ക് ശാഖയിലുള്ളവർ വരെ വെട്ടിലായി. അല്ല, യോഗി ചോദിച്ചത് ശരിയല്ലേ, അമ്മേനെ ഇങ്ങനെ മൃഗമായിട്ട് പ്രഖ്യാപിക്കുക? BJP, VHP, ബജ്രംഗദൾ, ശ്രീരാമസേന ഒക്കെ ഹലാലിനെ എക്കണോമിക് ജിഹാദ് എന്ന് വിളിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നവർ മോദി സർക്കാർ ഹലാൽ സർട്ടിഫൈഡ് ബഫല്ലോ മീറ്റ് കയറ്റുമതി കൂട്ടുമ്പോൾ ഇത് വികസന ജിഹാദായി. പീയൂഷ് ഗോയൽ പറഞ്ഞത് 55 ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നാണ്. ഇന്ത്യയുടെ മീറ്റ് എക്സ്പോർട്ട് $4 ബില്യൺ കടന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇന്ത്യയിൽ ബീഫിന്റെയും ഹലാലിന്റെയും പേരിൽ കൊല്ലും കൊലയും ആക്രമണവും. ഇതിനെയല്ലേ നമ്മൾ ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടത്? ഉത്തർപ്രദേശിൽ യോഗി 2023 ഹലാൽ സർട്ടിഫൈഡ് ഫുഡ്, ഡയറി, മരുന്നുകളൊക്കെ നിരോധിച്ചു. പാരലൽ സിസ്റ്റം സനാതന ധർമ്മത്തിന് വലിയ ഭീഷണി എന്നാ യോഗി പറഞ്ഞത്. ലവ് ജിഹാദ്, മതപരിവർത്തനം, ഭീകരവാദം, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു. പക്ഷെ എക്സ്പോർട്ട് ഉൽപ്പന്നങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. എക്സ്പോർട്ട് ചെയ്യുന്ന ഹലാൽ മീറ്റിൽ ജിഹാദ് ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഫല്ലോ മീറ്റ് എക്സ്പോർട്ടർ അലാന ഗ്രൂപ്പ് 2024-25 BJPക്ക് 30 കോടിയാണ് സംഭാവന നൽകിയത്. മുൻ വർഷം 2 കോടി. In 2025, the Alana Group, which exports buffalo meat across the world, donated an unprecedented ₹30 crore to the BJP. മോദി ഭരണത്തിൽ മീറ്റ് എക്സ്പോർട്ട് വർദ്ധിച്ചു. മോദി പ്രധാനമന്ത്രിയായ ശേഷം ബഫല്ലോ മീറ്റ് എക്സ്പോർട്ട് 2ാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ. ഇതൊക്കെ ശരിക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അല്ലാതെ ഇവർക്ക് പശുവും കാളയും പോത്തും അച്ഛനും അമ്മയും അങ്ങനെ ഇമോഷണൽ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹിന്ദു ഏകീകരണത്തിന് മുസ്ലിങ്ങളെ അപരവൽക്കരണം നടത്തിയേ പറ്റൂ എന്നിവർ കരുതുന്നു. അതിനായി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുന്നു. അതിലൊന്നു മാത്രമാണ് ഹലാൽ എന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ, തോന്നിയാസങ്ങൾ മാത്രമാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താ? ഹലാൽ എന്ന് പറയുന്നത് ഒരു ട്രേഡ് സ്റ്റാൻഡേർഡ് ആണ്. ഗൾഫ് മാർക്കറ്റുകൾക്ക് അത് നിർബന്ധമാണ്. പക്ഷെ സംഘപരിവാർ ഹലാലിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മുസ്ലിം വേഴ്സസ് ഹിന്ദു ആക്കി ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. വോട്ട് കിട്ടാൻ ഹലാൽ വിരുദ്ധം, ഡോളർ കിട്ടാൻ ഹലാൽ അനുകൂലം. അപ്പൊ കെ സുരേന്ദ്രൻ, RV ബാബു, സുധീർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയ എല്ലാവരും ഹലാൽ ജിഹാദ് ക്യാമ്പയിൻ തുടരട്ടെ. മോദിജി ഒമാനിൽ നിന്ന് ഹലാൽ ബീഫ് ഡോളറുകൾ കൊണ്ടുവരട്ടെ. ഹിന്ദുവെ ഉണർന്നോ? സംഘി ഉണർന്നോ? ഇനിയെങ്കിലും ഒന്ന് ഉണരൂ. എന്നിട്ട് മറ്റൊരു തവണ കൂടി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് ഒന്നുകൂടെ കിടക്കാം. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാല്ലേ? നമ്മളുടെ അവസ്ഥ ഇതായി പോയി. മോദിജിയെ ജിഹാദി എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ? എക്കണോമിക് ജിഹാദ് എന്ന് പറയാൻ പറ്റുമോ? മോദിജി ഒമാനിൽ നിന്നും തിരിച്ചു വന്ന ശേഷം നമ്മുടെ ഹലാൽ ജിഹാദ് ക്യാമ്പയിനുകൾക്ക് ഒരു പുതിയ ചാപ്റ്റർ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ആ ചാപ്റ്ററിന്റെ പേര്? എക്സ്പോർട്ട് ജിഹാദ്. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയോ? അപ്പൊ സംഘപരിവാർ ഹലാൽ വിരുദ്ധ യുദ്ധം തുടരട്ടെ. മോദിജി ഹലാൽ സീൽ വെച്ച് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവിടെ നിന്ന് വരുന്ന ഡോളറുകൾ ഹലാലായിരിക്കട്ടെ.